ടൈപ്പ് ഓഫ് റേഷ്യോസ് പഠിക്കാം. റേഷ്യോസിൻ്റെ പല ടൈപ്സ് ആണ്. ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് ഇത് മിക്ക എക്സാംസിനും SSCയുടെ എക്സാംസിനും മിക്കതിലും നമ്മൾ കണ്ടുവരുന്നതാണ് ടൈപ്പ് ഓഫ് റേഷ്യോ. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഇതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളടുത്ത ഒരു സംഖ്യ തരാണ് 3:4. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യോടാ, ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 3² 7² എന്ന് പറയുമ്പം 9:49 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം 3:5 ആണെങ്കിലാ 3² 9:5² എത്ര 25. മനസ്സിലായ? അടുത്ത് നമ്മളടുത്ത് ചോദിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ വരെയാണ് 9ഉം 25. നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച്, സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പം ഇതിന് എന്തോ നീയോടാ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കും. √9 അപ്പം നമുക്ക് എത്ര കിട്ടും? 3:5 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എന്തോന്നാണ്? അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്ത്, അപ്പം 3:7 നമ്മൾ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യോടാ, 3³ എന്ന് എടുക്കും. അപ്പം നമുക്ക് എന്തോന്ന് എഴുതാം? 27:343 എന്ന് എഴുതാം. മനസ്സിലായ? ഇത് മിക്ക ക്വസ്റ്റ്യനിലും നമ്മൾ SSCയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേറ്റ് പഠിക്കണവർക്ക് കേറ്റിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ട്രിപ്ലിക്കേറ്റ് എന്തോണെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ ഒരിക്കലും എഴുതാൻ പോകല്ല. അടുത്ത നമുക്ക് സബ് ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞ പോലെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തുവാടാ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ക്യൂബ് എടുത്തില്ലേ ഈ ട്രിപ്ലിക്കേറ്റിന്, എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ 7 ഇപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുകയാണ് 125:343 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ തേർഡ് റൂട്ട് എടുക്കും. എന്ന് പറയുമ്പം ക്യൂബ് റൂട്ട് എടുക്കും. അപ്പോൾ രണ്ടിൻ്റെയും ക്യൂബ് റൂട്ട്. അപ്പം 125ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 5:7 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ഓഫ് റേഷ്യോസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ബാക്കി ഒരു 2 എണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ ഈ സൈഡിൽ എഴുതണം, ഈ പച്ച കളറിൽ. ആദ്യത്തേന്ന് പറയുമ്പം ഇൻവേഴ്സ് റേഷ്യോ. അഞ്ചാമത്തെ എന്തുവാടാ? ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ തല ഉത്തരം ഇട്ട് കൊടുക്കും. എന്ന് പറയുമ്പം ഇപ്പം 2:3 എന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് പറയണം അതിനെ റിവേഴ്സ് റേഷ്യോയിൽ എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെ നേരെ തിരിച്ചെഴുതും. ഇങ്ങോട്ട് തണ്ട് 2 അപ്പോൾ നമ്മൾ എന്തോന്ന് 3:2 എന്ന് എഴുതും. അപ്പോൾ നമ്മളടുത്ത് 5:7ൻ്റെ റിവേഴ്സ് റേഷ്യോ പറയാൻ പറഞ്ഞാൽ നമ്മൾ എഴുതും 7:5 എന്ന്. മനസ്സിലായ? അടുത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് കോമ്പൗണ്ട് റേഷ്യോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോമ്പൗണ്ട് റേഷ്യോക്കകത്ത് ചോദിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മളടുത്ത് 1:2, 2:9 ആൻഡ് 4:7 ഫൈൻഡ് ദി കോമ്പൗണ്ട് റേഷ്യോ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യും? കോമ്പൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കുമ്പം നമ്മളടുത്ത് ഇങ്ങനെ ആയിരിക്കും, ദി കോമ്പൗണ്ട് റേഷ്യോ ഓഫ് 1:3, 2:9 ആൻഡ് 4:7 ഈസ് ഡാഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യോടാ, ഇതിൻ്റെ എന്തോന്ന് കോമ്പൗണ്ട് റേഷ്യോ എടുക്കുക. എന്ന് പറയുമ്പോൾ ഇത് A:B, C:D, E:F ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? A:C, ഇവിടുത്തെ A:C:D, E = B:D:F എന്ന് എടുത്താൽ മാത്രം മതി. എന്ന് പറയുമ്പോൾ 1:2:4 3:9:7 എന്ന് എടുത്താൽ മാത്രം മതി. അപ്പോൾ = വരുമ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം? 8:189 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് =ൻ്റെ അവിടെ ഈസ് ടു എടുക്കാം. എന്ന് പറയുമ്പോൾ ഇത് താഴോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അത്രയും മാത്രമേ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോന്ന് എടുക്കും? സ്ക്വയർ എടുക്കും. ഇതിൻ്റെ സ്ക്വയർ എടുക്കും. സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പം റൂട്ട് എടുക്കും, സ്ക്വയർ റൂട്ട് എടുക്കും. അടുത്ത ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ക്യൂബ് എടുക്കും. സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പം ക്യൂബ് റൂട്ട് എടുക്കും. റിവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ റിവേഴ്സ് ചെയ്യും.
നമ്മൾ കോമ്പൗണ്ട് റേഷ്യോയുടെ കാര്യം വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈസ് ടു റൈറ്റ് സൈഡിലുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. 1 ഇൻറ്റു 2 ഇൻറ്റു 4 ഈസ് ടു 3 ഇൻറ്റു 9 ഇൻറ്റു 7. അപ്പോൾ നമുക്ക് 8 ഈസ് ടു 189 എന്ന് കിട്ടും. എങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഈ ടോപ്പിക്ക് റിലേറ്റ് ആയിട്ടുള്ള. ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും എസ് എസ് സിക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, ഏതൊരു പരീക്ഷയായാലും മാക്സിമം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും ഈ ഒരു സെക്ഷനിൽ നിന്ന്, ടൈപ്പ് ഓഫ് റേഷ്യോസിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളായിട്ട് കോമ്പൗണ്ട് റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോന്നാണ് പഠിച്ചിട്ടുള്ളത്, 2 ഇൻറ്റു 5 ഇൻറ്റു 3 ആദ്യം ചെയ്യുക, 2 ഇൻറ്റു 5 ഇൻറ്റു 3 ആദ്യം ചെയ്യുക, ഈസ് ടു 3 ഇൻറ്റു 6 ഇൻറ്റു 7 ചെയ്യുക. ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ളത് എഴുതുക, ദെൻ റൈറ്റ് സൈഡിലുള്ളത് എഴുതുക. എന്നിട്ട് നമ്മൾ മാക്സിമം നോക്കണം ഇത് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് കളയാൻ നോക്കണം. അപ്പോൾ നമ്മൾ 3 കട്ടായി പോകൂലേ, ഇവിടുത്തെ 2 3 കട്ടായി 6 കട്ടായി പോയി 3 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചാൽ മതി, 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 ഇൻറ്റു 7 എന്ന് നമുക്ക് എടുക്കാം. എടുത്തൂടെ? അപ്പോൾ നമുക്ക് ഇതും 3 കട്ടായി പോകില്ലേ, 2 6 കട്ടായി പോകില്ലേ, അപ്പം 5 ഈസ് ടു 21 എന്ന് കിട്ടും. മനസ്സിലായ? ഇതാണ് നമ്മൾ കോമ്പൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തോ, അല്ലെങ്കിൽ വേണ്ട ഞാൻ ചെയ്യണില്ല, നിങ്ങൾ തന്നെ എനിക്ക് ചെയ്ത് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരേണ്ടതാണ്. 2 ഈസ് ടു 3, 5 ഈസ് ടു 4 ആൻഡ് 7 ഈസ് ടു 10. ഇതിൻ്റെ കോമ്പൗണ്ട് റേഷ്യോ നിങ്ങൾ കണ്ടുപിടിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അടുത്ത് നമുക്ക് എന്തോന്ന് പഠിക്കാം, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പഠിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പം റേഷ്യോ ഓഫ് 4 ഈസ് ടു 7. ഇത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, രണ്ടിൻ്റെയും സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. 4 സ്ക്വയർ ഈസ് ടു 7 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടും, 16 ഈസ് ടു 49 എന്ന് കിട്ടും. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഓഫ് 8 ഈസ് ടു 9. അപ്പോൾ നമ്മൾ 8ൻ്റെ സ്ക്വയർ 64 ഈസ് ടു 9ൻ്റെ സ്ക്വയർ എത്ര 81. സോ ഇതായിരിക്കും നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. അടുത്ത് നമുക്ക് സബ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ എനിക്കെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 7 ഈസ് ടു 9 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 7 ഈസ് ടു 9 എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറഞ്ഞാൽ എന്തോന്നാണെന്ന് അത് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. സോ അടുത്ത് നമുക്ക് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 49 ഈസ് ടു 64 എന്ന് പറയാം. അപ്പം നമ്മൾ സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ നീയോടെ നമ്മൾ പഠിച്ചത് സ്ക്വയർ റൂട്ട് എടുക്കും. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 49 ഈസ് ടു സ്ക്വയർ റൂട്ട് ഓഫ് 64. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറയുന്നത് 7 ഈസ് ടു 8 എന്ന് വരും. സോ ഇങ്ങനെയാണ് നമ്മൾ സബ് ഡ്യൂപ്ലിക്കേറ്റ് പറയുന്നത്. അപ്പം ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 121 ഈസ് ടു 169. സോ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ നിങ്ങൾ ചെയ്തിട്ട് സബ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എത്ര, സബ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരേണ്ടതാണ്. അടുത്ത നമുക്ക് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പഠിക്കാം. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 3 ഈസ് ടു 4. നമ്മൾ എന്തോന്നാണ് ട്രിപ്ലിക്കേറ്റിൻ്റെ പഠിച്ചത്, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നമ്മൾ സ്ക്വയർ എടുക്കുമെങ്കിൽ ട്രിപ്ലിക്കേറ്റിൻ്റെ നമ്മൾ ക്യൂബ് എടുക്കും. 3 ക്യൂബ് ഈസ് ടു 4 ക്യൂബ്. അപ്പം 3 ക്യൂബ് എത്രടാ, 27 ഈസ് ടു 64 എന്ന് കിട്ടും. മനസ്സിലായ? സോ എങ്കിൽ നിങ്ങൾ എനിക്ക് 6 ഈസ് ടു 9ൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഇത്ര എളുപ്പമാണ്. സോ ഇതെല്ലാം പഠിച്ചു വെക്കണം. എങ്കിൽ എനിക്ക് നിങ്ങൾ ട്രിപ്ലിക്കേറ്റ് വാല്യൂ ഓഫ് 64 ഈസ് ടു 125 സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ക്യൂബ് റൂട്ട് എടുക്കും. ക്യൂബ് റൂട്ട് ഓഫ് 64 ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് 125 എന്നാണ്. എടാ നിങ്ങൾ ഒരു 20 വരെ ഉള്ള ഒരു മിനിമം ഒരു 15 വരെ ഉള്ളെങ്കിലും ക്യൂബ് റൂട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഇത് കണ്ടു പറഞ്ഞാൽ പറയും 4 ഈസ് ടു 5 എന്ന് പറയും. ഇതല്ലാതെ നിങ്ങൾക്ക് ക്യൂബ് റൂട്ട് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. 64 ഏതിൽ പോവും, 2ൽ പോവും, 32 പിന്നെ 2ൽ പോവും, 16 2ൽ പോവും, ദെൻ അഗെയിൻ 16 എത്രയിൽ പോവും, 8ൽ പോവും, അഗെയിൻ 2 4 2 2. അപ്പോൾ എത്ര 2 വരും, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ, അങ്ങനെ 6 2 ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ 3 പേയേഴ്സ് ആയിട്ടാണ് 3 എടുക്കുന്നത്. 3 അങ്ങനെ 3 ആയിട്ട് വെളിയിലെടുക്കും. എന്നാൽ നമ്മൾ സ്ക്വയറാണ് എടുക്കണമെങ്കിൽ സ്ക്വയർ റൂട്ടാണെങ്കിൽ 2 പേയേഴ്സ് വെച്ചായിരിക്കും എടുക്കണം, ഒരു പെയർ വെച്ചായിരിക്കും നമ്മൾ എടുക്കണം. സോ ഇതിൽ 3 പേര്, അപ്പം 3 പേരെ വെളിയിൽ ഒരാളെ എടുത്തു. അപ്പം 2 ഇൻറ്റു 2 അപ്പോൾ എത്ര 4 അല്ലേ. സോ ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡ്. നിങ്ങളൊരു 15 വരെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുന്നതാണ്.